ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ ഗതാഗത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോകത്ത് റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ രണ്ടാമത് ഉള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ലോകത്ത് റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. റോഡുകളെ നാലായി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. റോഡുകളെ പ്രധാനമായും നാലായി തിരിച്ചിട്ടുള്ളത് ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെയാണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര ദേശീയപാതകളുണ്ട്? 599. നിലവിൽ ഇന്ത്യയിൽ 599 ദേശീയപാതകളാണ് ഉള്ളത്. ഇന്ത്യയിൽ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത ഏതാണ്? ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇത് തന്നെയാണ് NH4 എന്നും അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് ആൻഡമാൻ ട്രക്ക് റോഡ്. ഇതിൻ്റെ മറ്റൊരു പേര് NH4 എന്നാണ്. ഗ്രേറ്റ് ആൻഡമാൻ ട്രക്ക് റോഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ ട്രക്ക് റോഡാണ്. ഗ്രേറ്റ് ആൻഡമാൻ ട്രക്ക് റോഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ ട്രക്ക് റോഡാണ്. ഇന്ത്യയിലെ ദേശീയപാതകളുടെ ആകെ ദൈർഘ്യം എത്രയാണ്? 1,44,955 കിലോമീറ്റർ. ഇന്ത്യയിലെ ദേശീയപാതകളുടെ ആകെ ദൈർഘ്യം 1,44,955 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയപാതയായി കണക്കാക്കുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയപാതയായി കണക്കാക്കുന്നത് ഷേർഷാ സൂരി നിർമ്മിച്ച ഗ്രാൻഡ് ട്രങ്ക് റോഡ്, അഥവാ GT റോഡ് എന്ന് പറയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്ന പേര് ലോങ് വാക്ക് എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക് എന്നാണ്. നിലവിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ്. നിലവിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദേശീയപാതകളിൽ വാഹന അപകടം നടന്നാൽ സഹായത്തിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1033. ദേശീയപാതകളിൽ വാഹന അപകടം നടന്നാൽ സഹായത്തിനായി വിളിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1033. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH966B ആണ്. കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് ഈ ദേശീയപാത കടന്നുപോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH966B ആണ്. കുണ്ടന്നൂർ, വെല്ലിംഗ്ടൺ എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ഈ നാഷണൽ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള സംസ്ഥാനം മേഘാലയയുമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയുമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചണ്ഡീഗഡും ആൻഡമാൻ നിക്കോബാറുമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചണ്ഡീഗഡും ആൻഡമാൻ നിക്കോബാറുമാണ്. ദേശീയപാതകളുടെ നീളം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും ദേശീയപാതകളുടെ നീളം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയുമാണ്. ദേശീയപാതകളുടെ നീളം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും കുറവ് ഗോവയുമാണ്. ദേശീയപാതകളുടെ നീളം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും കുറവ് ചണ്ഡീഗഡുമാണ്. ദേശീയപാതകളുടെ നീളം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും കുറവ് ചണ്ഡീഗഡുമാണ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995 ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995 ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ 20 വർഷത്തെ റോഡ് വികസന പദ്ധതിയാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. ഇന്ത്യയിലെ ആദ്യത്തെ 20 വർഷത്തെ റോഡ് വികസന പദ്ധതിയാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത് മാല പരിയോജന. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത് മാല പരിയോജന. എല്ലാ ദേശീയപാതകളെയും റെയിൽവേ ക്രോസിംഗിൽ നിന്നും മുക്തമാക്കാൻ നിലവിൽ വന്ന പദ്ധതിയാണ് സേതുഭാരതം പദ്ധതി. എല്ലാ ദേശീയപാതകളെയും റെയിൽവേ ക്രോസിംഗിൽ നിന്നും മുക്തമാക്കാൻ നിലവിൽ വന്ന പദ്ധതിയാണ് സേതുഭാരതം പദ്ധതി. ഉത്തരാഖണ്ഡിലെ ചാർധാം ഹൈവേ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന പുതിയ തുരങ്കമാണ് ചമ്പ തുരങ്കം. ഉത്തരാഖണ്ഡിലെ ചാർധാം ഹൈവേ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന പുതിയ തുരങ്കം ഏതാണ്? ചമ്പ തുരങ്കം. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കന്യാകുമാരി, ശ്രീനഗർ. കന്യാകുമാരിയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് നോർത്ത് സൗത്ത് ഇടനാഴി. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യം. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യം. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് സുവർണ ചതുഷ്കോണമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് സുവർണ ചതുഷ്കോണമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ ചെനാനി നഷ്രി ടണലാണ്. ജമ്മു, ശ്രീനഗർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ടണലാണ് ചെനാനി നഷ്രി ടണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ കൂടിയാണ് ചെനാനി നഷ്രി ടണൽ. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം കവാഡിയാണ്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം കവാഡിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇ ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? നാഗ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി ഇ ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം നാഗ്പൂർ ആണ്. ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസാണ് പിങ്ക് എക്സ്പ്രസ്. വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസാണ് പിങ്ക് എക്സ്പ്രസ്. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ ഇലക്ട്രോണിക് രേഖകളായി സൂക്ഷിക്കുന്ന ആപ്ലിക്കേഷനാണ് എം പരിവാഹൻ. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ ഇലക്ട്രോണിക് രേഖകളായി സൂക്ഷിക്കുന്ന ആപ്ലിക്കേഷനാണ് എം പരിവാഹൻ. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന പാതയാണ് രാജ്പഥ്. ഇവിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന പാതയാണ് രാജ്പഥ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം പാമ്പൻ പാലമാണ്. രാമേശ്വരത്ത് സ്ഥാപിച്ചിട്ടുള്ള പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ ഹസാരിക പാലമാണ്. ലോഹിത് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഭുവൻ ഹസാരിക പാലമാണ് ഇന്ത്യയിലെ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഹൗറ പാലമാണ്. രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്നതും ഹൗറ പാലമാണിത് കൊൽക്കത്തയിലാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽ പാലം വേമ്പനാട്ട് പാലമാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽ പാലം വേമ്പനാട്ട് പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം ബോഗിബീൽ പാലമാണ്. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ്.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാലം ബ്രഹ്മപുത്ര നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോഗിബീൽ പാലമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.